വെള്ളവും വെളിച്ചവുമില്ലാതെ അങ്കണവാടിയോ എന്ന് ചോദിക്കരുത്. കാരണം ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ കൊന്നോറ 14 മൈലിലെ അങ്കണവാടിക്ക് സ്വന്തമായുള്ളത് ഒരു കെട്ടിടം മാത്രമാണ്. കുടിവെള്ളത്തിന് പോലും അയൽപക്കക്കാരെ ആശ്രയിക്കണം. ഈ പ്രശ്നത്തിന് ബന്ധപ്പെട്ടവർ ഉടൻ പരിഹാരം കാണും എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരു വർഷമാകാറായി. എന്നാൽ ഇന്നും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ കൊന്നോറ 14 മൈൽ അങ്കണവാടിയിൽ വെള്ളവും വെളിച്ചവുമില്ല എന്നതാണ് സത്യം. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അങ്കണവാടിക്ക് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2024 കൊന്നോറ 14 മൈലിൽ സ്വന്തമായി ഒരു കെട്ടിടം യാഥാർത്ഥ്യമായത്. എന്നാൽ അങ്കണവാടി പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു വർഷമാകാനായിട്ടും കെട്ടിടത്തിൽ വെള്ളവും വെളിച്ചവും ലഭ്യമായിട്ടില്ല. നിലവിൽ 14ഓളം കുട്ടികൾ ഈ അങ്കണവാടിയിലുണ്ട്. കുട്ടികളുടെ ആവശ്യത്തിനായി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറിൽ നിന്നും പൈപ്പ് വഴി വെള്ളം ലഭ്യമാക്കേണ്ട അവസ്ഥയാണ്. സമീപത്തെ ചില വീട്ടുകാരും ഈ കിണറിനെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. എന്റെ പ്രശ്നം പറയുന്നത്, ഇവിടെ 10-15 മക്കളിപ്പോ ഉണ്ട്. വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല. ഇപ്പം വെള്ളം ഞമ്മക്ക് 14 മൈലിന് അങ്ങയായിട്ട് ഞമ്മക്ക് 2002 വെള്ളം തന്നാണ്. ആ വെള്ളം നമ്മളിപ്പം കുട്ടികൾക്ക് ഇപ്പം കൊടുക്കുന്നത്. ഇപ്പം തൽക്കാലം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എപ്പോൾ ഞമ്മക്ക് അതിനെ കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അല്ല, വേറെ സ്വന്തം കിണറാണ് അത്. ഞമ്മക്കൊരു ചെറിയ സ്ഥലവും തന്ന്, മോട്ടോർ വെക്കേണ്ട സ്ഥലവും തന്ന്, നമ്മളെ കൈമന്ന് ഞങ്ങൾ 4 ആൾ പൈസ എടുത്തിട്ടാണ്. ആദ്യം 4 ആളുണ്ടായിരുന്നു, ഇപ്പം 4 ആൾ പൈസ എടുത്തിട്ടാണ് നാളെ ആണ് എടുക്കുന്നത്. വെള്ളം കൊടുക്കുന്നത്, ഇവർക്ക് വെള്ളം കൊടുക്കുന്നത്. വെള്ളം കിട്ടാതെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടാന്ന്. ആർത്തുള്ള വെള്ളം ഞാളാണ് ഇപ്പം വെള്ളം കൊടുക്കുന്നത്. ഉണ്ട് 10-15 കുട്ടികളുണ്ട് ഇപ്പൊ ഇവിടെ. ആ കുട്ടികളെ ഇത് ഇങ്ങനെയാകുമ്പോൾ ഞമ്മക്ക് എപ്പം കുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റുമോ? ഇങ്ങനെ വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല, ഇങ്ങനെയാകുമ്പോൾ നമ്മളെന്നാ ചെയ്യുക? ഇതിനെപ്പറ്റി എന്തെങ്കിലും നടപടി ആവശ്യം തന്നെയാന്ന് വേണോ? മുൻകൈ എല്ലാവരും എടുക്കുക തന്നെ വേണം. അതിനെപ്പറ്റി കൊണ്ടുപിടിക്കുക തന്നെ വേണം. അല്ലാണ്ട് ഇതേ ഉള്ളൂ, ഗവൺമെന്റ് അങ്ങനെ തന്നിട്ടേ ഉള്ളൂ. എല്ലാ സംവിധാനം ഒന്നും ഇവിടെ ഇല്ല. കറണ്ട് ഇല്ല, വെള്ളം ഇല്ല. പിന്നെ എന്തെന്നാ ഞാൻ പിന്നെന്താ അംഗൻവാടിന്റെ ആവശ്യം എന്താ? പിന്നെ ഇങ്ങനെ ഒന്നും തരാണ്ട് വെറും കെട്ടിടൊട്ടിച്ചിട്ട് കുട്ടികളും പറഞ്ഞിട്ട് അങ്ങനെ അംഗൻവാടി കൊണ്ടുപോകാൻ പറ്റുക? ഈ പ്രശ്നത്തിന് എന്ന് പരിഹാരം കാണുമെന്ന രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ചോദ്യത്തിന് ബന്ധപ്പെട്ട അധികാരികളുടെ മറുപടി ഇങ്ങനെയായിരുന്നത്രേ. ഒരുപാട് പ്രാവശ്യം പഞ്ചായത്തിലെ ആൾക്കാർ ഓരോ പരിപാടി ഫംഗ്ഷനെല്ലാം വരും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരുപാട് പ്രാവശ്യം. അപ്പോൾ അവർ പറയുന്നത് എല്ലാം പാസ്സായിട്ട്, ടെൻഡറെല്ലാം പാസ്സായിട്ടുണ്ട്, ഇപ്പോൾ ചെയ്യുന്ന പറഞ്ഞപ്പോൾ 1 വർഷമായി. എന്നിട്ട് ഇത്രയും സമയമായിട്ടും ആയിട്ടില്ല, ഒരു നടപടിയില്ല. മറ്റേ കറണ്ട് പോലും അറ്റ്ലീസ്റ്റ് ഒരു കറണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. എല്ലാം പാസ്സായിട്ടുണ്ട്, ടെൻഡർ ആരും ഏറ്റെടുക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു തണുപ്പ മട്ടാണ് എല്ലാവർക്കും. കുട്ടികളെ കാര്യമല്ല, അപ്പോൾ അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കണ്ടേ? കറണ്ടല്ല എല്ലാ സ്ഥാപനത്തിനും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിനാണ് ഇവരിങ്ങനെ ഇത്രയും വലിച്ചത്. ഇപ്പം കുട്ടികൾ ഫുൾ വേർത്ത് കുളിച്ച് ഇവിടെ ഇരിക്കുവാണ്. ചുട്ടുപൊള്ളുന്ന ഈ വേനലിലും വെന്തുരുകാനാണ് ഈ അങ്കണവാടി കുട്ടികളുടെ വിധി. വെള്ളവും വെളിച്ചവുമില്ലാതെ എന്തിനാണ് ഇങ്ങനൊരു അങ്കണവാടി കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നതാണ് ജനങ്ങളുടെ ചോദ്യം. കെട്ടിടത്തിൽ വെള്ളവും വൈദ്യുതിയും ഉടൻ ലഭ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.